ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവ്യ ജോസിനെ പ്രതി ചേർത്തു. നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ലിവ്യ വ്യാജ ലഹരി സ്റ്റാമ്പുകൾ വാങ്ങുകയായിരുന്നു. ഷീല സണ്ണി ലഹരി സ്റ്റാമ്പുകൾ വിൽക്കുന്നുവെന്ന് നാരായണദാസാണ് എക്സൈസിന് വിവരം കൈമാറിയത്. സൂരജ് സജി തൃശൂരിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. സൂരജ്, ഈ വ്യാജ ലഹരി കേസുമായി ബന്ധപ്പെട്ട് എന്താണ്, ഏത് തരത്തിലുള്ള ആസൂത്രണവും ഗൂഢാലോചനയുമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. നാരായണദാസാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നതുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? പ്രജിൻ, കഴിഞ്ഞ ദിവസം നാരായണദാസിനെ പിടികൂടിയ സമയത്ത് ഈ ഷീല തന്നെ അടക്കം പറഞ്ഞിരുന്നത് തന്നെ ഇത്തരത്തിലൊരു കള്ളക്കേസിൽ കൊടുക്കാൻ എന്നറിയണം എന്നുള്ളതായിരുന്നു. ഇന്ന് അതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഷീല തന്നെയും മരുമകളുമായുള്ള തർക്കത്തിന്റെ പേരിലായിരുന്നു ഈ കള്ളക്കേസിൽ കുടുക്കിയത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലപ്പോഴും ഇവർക്കിടയിൽ പല തർക്കങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഷീല തന്നെ മകനുമൊത്ത് ഇറ്റലിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇതെല്ലാം തന്നെ ഇവരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നൈജീരിയൻ സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.